الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം ഒരു പരീക്ഷയെ പോലെയാണ്. അതായത് പഠനം, എന്നിട്ട് ആ പാഠ്യഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു, അതിന് ആൻസർ ചെയ്യുന്നു എന്നതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നു, അവനോട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവൻ എന്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അല്ലാഹു തആല നിരന്തരം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു എന്ന് പറയുന്നത് അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ്. എന്തിനാണ് അത് സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് നല്ലതാണോ, അതെത്രമാത്രം മികവുള്ളതാണ് എന്ന് അല്ലാഹു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിരന്തരം ബോധം വേണം. മനുഷ്യരുടെ സൃഷ്ടിപ്പ് തന്നെ എന്തിനാ? അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യരെ സൃഷ്ടിച്ചത് അവരിൽ നിന്ന് ഞാൻ ഭക്ഷണമൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലും കാണിക്ക ആഗ്രഹിക്കുന്നില്ല. മാ ഉരീദു മിൻഹും, അവരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് മനുഷ്യന്മാരിൽ നിന്ന് അല്ലാഹു തആല എന്തെങ്കിലും കാണിക്ക സമർപ്പിക്കുവാനോ ഭക്ഷണമോ അതൊന്നുമല്ല, മറിച്ച് എന്താണ്? ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. അപ്പോൾ ഈ ആരാധന എന്നൊക്കെ പറയുമ്പോൾ, ഇബാദത്തുകൾ എന്ന് പറയുമ്പോൾ
ഒരുപാട് ഇബാദത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഇബാദത്തുകൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ കാര്യങ്ങൾ സവിസ്തരം നമുക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള വിചാരം എന്തായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സൂക്തം കുൽ പ്രവാചകരെ പറയുക, സൂറത്ത് സുമർ 11 ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബിയോടാണ് പറയുന്നത്. നബി മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുവാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണത്? മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി ഇഖ്ലാസുള്ളവനായി ഇബാദത്ത് ചെയ്യുവാൻ. മുഖ്ലിസായി കൊണ്ടായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. എന്താണ് ഇഖ്ലാസ്, എന്താണ് മുഖ്ലിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മങ്ങളിലെ ആത്മാർത്ഥത എന്ന് നമ്മൾ ഒരു തലക്കെട്ട് നൽകിയിട്ടുണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് മലയാളത്തിൽ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും കളങ്കരഹിതമായിട്ടുള്ള നിഷ്കപടമായിട്ടുള്ള ഒരു മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ആയിരിക്കണം എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള നന്മകളും ഇബാദത്തുകളും ചെയ്യേണ്ടത്. പക്ഷെ ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കുകളിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരർത്ഥം. ചെറുതും വലുതുമായ ഷിർക്ക്, വലിയ ഷിർക്ക് നമുക്കറിയാം. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളൊക്കെ ജനങ്ങൾ കണ്ട് അവർ നമ്മെ പ്രശംസിക്കണം, അവർ നമ്മെ വലിയ ആളാണെന്ന് നമ്മെക്കുറിച്ച് ധരിക്കണം, അത് അവർക്കിടയിൽ ഇങ്ങനെ പ്രസിദ്ധി ആർജിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഷിർക്കും വലിയ ഷിർക്കും അതിന്നൊക്കെ മുക്തി നേടി വളരെ പരിപാവനമായ മനസ്സോടുകൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു അതിനാണ് ഇഖ്ലാസ് എന്ന് സത്യത്തിൽ പറയുക. നമ്മൾ മലയാളത്തിൽ നിഷ്കളങ്കത എന്നൊക്കെ പറയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുക പ്രിയമുള്ളവരെ? ഇഖ്ലാസ് ഉണ്ടാവുക, അത് നമ്മുടെ മനസ്സിനകത്ത് ആ ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു സംഗതി രൂപപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അങ്ങനെയൊക്കെയാണ് അത് രൂപാന്തരപ്പെടുന്നത്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു നമസ്കാരം നിർവഹിക്കുന്നു, അത് നിർവഹിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നിർവഹിക്കുന്നു? നമ്മുടെ മനസ്സിനകത്ത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണല്ലോ ഈ നമസ്കാരം നിർവഹിക്കൽ. ജുമുഅയാവട്ടെ, ളുഹ്റാകട്ടെ, മറ്റുള്ള നിർബന്ധ കർമ്മങ്ങളാകട്ടെ, ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ നാഥൻ, എൻ്റെ സൃഷ്ടാവ് എന്നോട് കൽപ്പിച്ചതാണ് എന്നുള്ള ഒരു ഇഷ്ടം, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. ഇത് ഈ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചില്ല എങ്കിൽ അള്ളാഹു ശിക്ഷിക്കും എന്നുള്ള ഭയം, അതൊക്കെ ഓർത്തുകൊണ്ട് മനസ്സിനകത്ത് രൂപാന്തരപ്പെടുന്ന ആ ഒരു വികാരം, അതാണ് ഒരു ആന്തരികമായിട്ടുള്ള പ്രചോദനമാണ് സത്യത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കളങ്കരഹിതമായിട്ടുള്ള മനസ്സുമായി കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശതക്കണക്കിന്, ഡസൻ കണക്കിന് വചനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ, അല്ലാഹു കർമ്മം സ്വീകരിക്കുകയില്ല, ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹ, അതായത്
അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിർവഹിക്കുന്ന കർമ്മമല്ലാതെ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം പറയുമ്പോൾ എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം, എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്ന ചേതോവികാരം, അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്നുള്ള അങ്ങേറ്റത്തെ മോഹമായിരിക്കണം. എങ്കിലാണത് സൽക്കർമ്മമാകുക. അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനോഭാവം അത് തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. കുറേ കർമ്മങ്ങൾ ചെയ്യുക മാത്രമല്ല, കർമ്മങ്ങൾ ആത്മാർത്ഥതയുള്ളതാവുക, ഇഖ്ലാസുള്ളതാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഹദീസുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും പലതവണ കേട്ടിട്ടുള്ള ഒരു വചനം മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന വചനം അതെന്താ? ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. കർമ്മങ്ങൾ റബ്ബ് അത് പരിഗണിക്കുക, അത് പരിശോധിക്കുക. അവൻ്റെ നിയ്യത്ത് എന്തായിരുന്നു, അവൻ്റെ മനസ്സിനകത്തെ ഒരു പ്രചോദനം, ഈ കർമ്മം ചെയ്യാനുള്ള അവൻ്റെ ഒരു വികാരം എന്തായിരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നുള്ളതാണ്. അവൻ്റെ മനസ്സിൻ്റെ മോഹം എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, കർമ്മങ്ങൾ, അമലുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ടല്ലോ, അതിനുള്ള ഷർത്തുകളുണ്ടല്ലോ. ഇപ്പോൾ ഒന്നാമതായിട്ട് ഈമാന് വേണം. ഈമാൻ എന്ന് പറയുമ്പോൾ തൗഹീദൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ്. ആ ഈമാൻ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അനുധാവനം ചെയ്യണം. അതിൽ നിന്ന് വ്യതിചലിക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, അതായത് അമലുകൾ സ്വീകരിക്കാനുള്ള ഘടകം, അതെന്താ? ഇഖ്ലാസ് ഉണ്ടാവണം എന്നാ. ഇഖ്ലാസ് ഇല്ല എങ്കിൽ എത്ര വലിയ കർമ്മം ചെയ്തിട്ടും, എത്ര പണം മുടക്കിയിട്ടും, എത്ര നമ്മൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് സ്വീകാര്യതയുണ്ടാവുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ. ഇപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണം, നിഷ്കളങ്കത ഉണ്ടാവണം നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുണ്ടായാലും വലം യകുൻ സ്വവാബൻ, ആ കർമ്മം ശരിയല്ല എങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ലം യുഖ്ബൽ, അത് സ്വീകരിക്കൂല. അപ്പം എന്ത് വേണം? ഇഖ്ലാസ് ഉണ്ടാവണം, ആ കർമ്മം ശരിയാവണം. കർമ്മം ശരിയാവുക എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തനുസരിച്ചായിരിക്കണം. അപ്പോൾ പക്ഷേ മനുഷ്യൻ്റെ ഒരു വാഞ്ചന, മനുഷ്യൻ്റെ ഒരു തൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും, ദാനം ചെയ്യുമ്പോഴും, ധർമ്മം ചെയ്യുമ്പോഴും, അതുപോലെ മറ്റുള്ള നന്മകൾ ചെയ്യുമ്പോഴൊക്കെ ഒരു പ്രകടനാത്മകത, അതായിരിക്കും പലപ്പോഴും അതിലേക്കുള്ള മനസ്സിങ്ങനെ ചാഞ്ഞ് ചെരിഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. ഇഖ്ലാസ് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിനോടൊരു പോരാട്ടം നടത്തണം. ഇഖ്ലാസോടുകൂടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം നമ്മുടെ മനസ്സിൻ്റെ തെറ്റായ തോന്നലുകൾ, ചിന്തകൾ, മോഹങ്ങൾ അതിനെ അടിച്ചമർത്തി അള്ളാഹുവിൻ്റെ പ്രീതിയിൽ മാത്രം ഒതുക്കി നിർത്തി അങ്ങനെ ഒരു ഈമാനികമായ ബലം അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശറഹ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയൊരു കാര്യമുണ്ട്. അൽ ഇഖ്ലാസു ലാ തളുന്നു അന്നഹു സഹുൽ. ഈ ഇഖ്ലാസ് ഉണ്ടല്ലോ, നീ വിചാരിക്കേണ്ട അത് എളുപ്പമാണ് എന്നുള്ളത്. ബൽ ഇന്നൽ ഇഖ്ലാസ മിൻ അഷഖിൽ അഷ്യാഇ അലൻ നുഫൂസ്. ഇഖ്ലാസ് എന്നുള്ളത് മനസ്സിന് കഠിനമായിട്ടുള്ള, പ്രയാസമേറിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അക്ഷരം പ്രതി വായിക്കുന്നില്ല, അതിനെ ചുരുക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖാലിസത്തൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടെ ആര് പ്രഖ്യാപിച്ചോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. ആ ഒരു വാക്ക് ഇഖ്ലാസോടുകൂടെ പ്രഖ്യാപിച്ചവൻ സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ
അത് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ടതില്ല. ആ ഇഖ്ലാസ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഖ്ലാസ്? ചെറിയ ഷിർക്കിൽ നിന്നും വലിയ ഷിർക്കിൽ നിന്നും മുക്തി നേടിയിട്ട്, മുക്തി കരസ്ഥമാക്കിയിട്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. എന്നിട്ട് അദ്ദേഹം പറയാൻ ഫൽ മസ്അലതു ഖതീറുൻ ലിൽ ഗായ. അതുകൊണ്ട് ഈ വിഷയം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒന്നാണ്. വലിഹാദാ യജിബു അലൈനാ അൻ നുഫത്തിഷ അൻ ഖുലൂബിനാ. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? പരിശോധകന്മാരാകണം, ചെക്കിംഗ് ഇൻസ്പെക്ടർമാരാവണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അൻ ഖുലൂബിന, നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിരന്തരം ചെക്കിങ്ങിന് വിധേയമാക്കണം. ഹൽ നഹ്നു മുഖ്ലിസൂന ഫി അഅമാലിന, നമ്മൾ നമ്മുടെ അമലുകളിൽ നിഷ്കളങ്ക ഭാവമുള്ളവരാണോ, ഇഖ്ലാസ് ഉള്ളവരാണോ? അതുപോലെ നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ വിജ്ഞാനം കരസ്ഥമാക്കുന്ന കാര്യത്തിൽ വിജ്ഞാനം തേടുന്നു. അത് ഖുർആനുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഹദീസുമായി ബന്ധപ്പെട്ടതാകട്ടെ, മറ്റുള്ള ഭൗതിക വൈജ്ഞാനിക മേഖലകളാകട്ടെ, അവിടെയൊക്കെ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങളിൽ ചെക്കിങ് നടത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, അപ്പോൾ സദ്വിചാരത്തോടുകൂടെ ആത്മാർത്ഥമായിക്കൊണ്ട് ഇബാദത്ത് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് നന്മകളുടെ പെരുമഴക്കാലമാണ്. നമുക്കറിയാം, സമീപ കാലത്ത് ഒരു മാസമൊക്കെ മുമ്പ് കേരളത്തിൽ 2 കുട്ടികൾക്ക് അടുത്തടുത്തായിട്ട് 2 ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വന്നല്ലോ. ഒരു ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് 18 കോടിയിലപ്പുറമാണ് അതിൻ്റെ വില. അപ്പോൾ അതിലേക്ക് ആളുകൾ അത് പരസ്യം ചെയ്ത് മണിക്കൂറുകൾക്കകം അതിൻ്റെ പണം ഫില്ലാകാണ്. അപ്പോൾ ആളുകൾ നന്മ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, അത് പ്രശംസനീയമാണ്. നന്മകൾ ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ നന്മകൾ ധാരാളമാണ്, പേമാരിയാണ്, നന്മകളുടെ പുണ്യകർമ്മങ്ങളുടെ പേമാരിയാണ്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചാൽ അവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ആത്മാർത്ഥതയുടെ അപര്യാപ്തത അത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പല ആളുകളും മറ്റുള്ളവർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ചില നന്മകൾ കൊണ്ടാണ്. നന്മകൾ ചെയ്തിട്ട് ആളുകൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. അങ്ങനെയല്ല, നന്മകൾ ചെയ്യുന്നത് ജനങ്ങളുടെ മുമ്പിൽ ആളാകാനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം. നമുക്കറിയാം, കേരളത്തിൻ്റെ പല ഭാഗത്തും പൊട്ടിമുളച്ചു കൊണ്ടിരിക്കുന്ന ആൾ ദൈവങ്ങളും അതുപോലെ തന്നെ ഭാവി പ്രവചിക്കുന്നവരും ചില തങ്ങന്മാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ. ഇനി അവരെ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താ? അത് അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം മോഹിച്ചുകൊണ്ടാണോ എന്ന് ഞാൻ ഒരു 3 ഹദീസുകൾ നിങ്ങളെ കേൾപ്പിക്കാം. ഓരോ ഹദീസും നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. നോക്കൂ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഭൗതികമായിട്ടുള്ള പ്രതിഫലവും ഭൗതികമായിട്ടുള്ള പ്രശംസയും അതുപോലെ തന്നെ അതൊക്കെ മോഹിച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസിൽ ഒന്നാമത്തെ ഒരു ഹദീസ് ഇമാം ദാറഖുത്നി ഉദ്ധരിച്ചതാണ്. അതിൽ പറയാണ്, യുജാഉ യൗമൽ ഖിയാമത്തി ബിസുഹ്ഫിൻ മുഖ്തമത്തിൻ, സീൽ ചെയ്യപ്പെട്ട, മുദ്രണം ചെയ്യപ്പെട്ട കർമ്മങ്ങളുടെ പുസ്തകം, കർമ്മങ്ങളുടെ രേഖ, അത് പരലോകത്ത് കൊണ്ടുവരപ്പെടും. അങ്ങനെ ഫതുൻസബു ബൈന യദയില്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് നിവർത്തി വെക്കും. എന്നിട്ടോ ഫയഖൂലുല്ലാഹു ലിമലായികതിഹി, അപ്പോൾ അള്ളാഹ് മലക്കുകളോട് പറയും, ആ കർമ്മങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയിട്ട് ഇതാ ഈ കർമ്മങ്ങൾ ഒഴിവാക്കൂ, ഈ കർമ്മങ്ങൾ ഒഴിവാക്കൂ, അൽഖുഹാദ വഖ്ബലുഹാദ, ഇത് നിങ്ങൾ ഒഴിവാക്കുക, ഇത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് അള്ളാഹു പറയുന്ന. അപ്പോൾ മലക്കുകൾ പറയാണ്, എന്താ പറയുന്നത് നിങ്ങൾ? ഫതഖൂലുൽ മലായിക, മലക്കുകൾ പറയാണ്, വഇസ്സതിക്, റബ്ബേ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, മാ റഅയ്നാ ഇല്ലാ ഖൈറാ, അത് നന്മയാണല്ലോ റബ്ബേ, എന്നിട്ട് നീ അത് തള്ളാൻ പറയുകയാണോ? ആ പുണ്യകർമ്മം ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് മലക്കുകൾ ചോദിക്കാൻ. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹു പറയാന്ന് പറഞ്ഞാൽ അള്ളാഹു ആരാണ്? വഹുവ അഅലം, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. അള്ളാഹു എന്താ പറയുന്നത്? ഇന്ന ഹാദാ
കാന ലിഗൈരി, ആ അമലുണ്ടല്ലോ അത് എനിക്കുള്ളതായിരുന്നില്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്. അതായത് ഭൗതിക പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള അമല് അതാണവിടെ. മലക്കുകൾക്കറിയില്ലല്ലോ അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള കാര്യം. അള്ളാഹുവിനറിയാം അവൻ എന്ത് ഭാവിച്ചുകൊണ്ടാണത് ചെയ്തത് എന്ന്. അള്ളാഹ് പറയുകയാണത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതാണ് എന്ന്. എന്നിട്ട് ആ കർമ്മം ഒഴിവാക്കുകയാണ്. വലാ അഖ്ബലുൽ യൗമ മിനൽ അമലി ഇല്ലാ മാ കാന ബുതുഗി ബിഹി വജ്ഹി, എൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കർമ്മമല്ലാതെ ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. വലിയ പ്രതിഫലം കിട്ടുമായിരുന്ന ആ കർമ്മം അത് നയാ പൈസക്കില്ലാതെ ഒന്നിനും കൊള്ളാത്ത ഒന്നായി അന്ത്യലോകത്ത് മാറുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ, രണ്ടാമത്തെ ഒരു ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു, ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് തുലനപ്പെടുത്തി നോക്കണം കേട്ടോ. നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങളുടെ രേഖ സമർപ്പിക്കുമ്പോൾ ആ കർമ്മങ്ങളുടെ രേഖയിൽ അള്ളാഹു ഞാനും നിങ്ങളും ചെയ്ത അമല് മലക്കുകളോട് പറയാം അത് ഒഴിവാക്ക്, അത് എനിക്ക് വേണ്ടി ചെയ്തതല്ല എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ തെറ്റുകൾ തിരുത്താൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. രണ്ടാമത്തെ ഒരു ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വരികയാണ്. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അറഅയ്ത റജുലൻ ഗസാ യൽതമിസുൽ അജ്റ വദ്ദിക്ർ. പ്രവാചകരെ, ഒരാള് യുദ്ധം ചെയ്യാൻ, അദ്ദേഹം ആ യുദ്ധം വഴി ആഗ്രഹിക്കുന്നത് അൽ അജ്ർ, അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ള കൂലിയാണ് ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിലൊരു സംഗതി എന്താണ്? വദ്ദിക്ർ, ആളുകൾ എന്നെക്കുറിച്ച് സ്മരിക്കണം, ആളുകൾ എന്നെക്കുറിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അള്ളാഹിൻ്റെ മാർഗത്തിൽ, നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ അത് നിസ്സാരമായ കാര്യമല്ല. തൻ്റെ മക്കളെയും ഭാര്യയെയും ബന്ധുക്കളെയും സമ്പത്തും ഒക്കെ ഇട്ടേച്ച് ജീവൻ ബലിയർപ്പിക്കുകയാണ്, ശത്രുക്കളോട് പോരാടുകയാണ്. ആ അത്തരം ഘട്ടങ്ങളിലാണെങ്കിലും മനസ്സിൻ്റെ കോണിൽ, മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഒരു മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഓർക്കണം, സ്മരിക്കണം എന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ശൈഅ ലഹു, അവന് യാതൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് പ്രതിഫലത്തിൽ നിന്ന് ഒന്നുമില്ല എന്ന് പറയാൻ. എന്നിട്ട് നബി എന്ത് ചെയ്തു പറയുന്നത്? ഫഅആദഹാ സലാസ മിറാർ, 3 തവണ അത് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് യുദ്ധാണ് ചെയ്യുന്നത്, പള്ളി പോയി നിസ്കരിക്കല്ല, യുദ്ധാണ്. ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടിയേക്കാം. അത്ര വലിയ അമല് ചെയ്തിട്ട് എന്താണ്? പരലോകത്തൊന്നും കിട്ടാതെ പോവുകയാണ്. അപ്പം നമ്മൾ ഈ നിസ്കാരത്തിലും അതുപോലെ 10 രൂപ ദാനം ചെയ്യുന്നതിലൊക്കെ പൊങ്ങച്ചവും അല്ലെങ്കിൽ പ്രകടനപരതയൊക്കെ കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹ. അതായത് എൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള അമലല്ലാതെ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇത്തരം ഹദീസുകളൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ധാരാളം നന്മകൾ ചെയ്യാറില്ലേ? നമ്മൾ നമ്മുടെ വന്ധ്യരായ മാതാപിതാക്കൾക്ക് സാമ്പത്തികമായിട്ട് അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അത് നിറവേറ്റാൻ നമ്മൾ പണം അയച്ചു കൊടുക്കുന്നു. ആ സമയത്ത് നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മ എന്ത് പ്രചോദനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ആ പണം അയച്ചു കൊടുക്കുന്നത്? ഉപ്പാക്ക് പണം അയച്ചു കൊടുക്കുന്നു. എന്താണ് നമ്മുടെ മനസ്സിനകത്തുള്ള നിയ്യത്ത്? നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി റബ്ബിൻ്റെ വജ്ഹാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും സംഭാവനകൾ ചെയ്യാറുണ്ട്. പള്ളി, അതുപോലെ അനാഥാലയം, അതുപോലെ പാവപ്പെട്ട രോഗികൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളിലുള്ള പാവപ്പെട്ടവർ, അങ്ങനെ പലർക്കും നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ദഅവത്തി സംരംഭങ്ങൾക്ക്, ഒരുപാട് നന്മകൾക്ക് ദാനധർമ്മങ്ങളും സംഭാവനകളും സകാത്തും സദക്കയും ഒക്കെ ചെയ്യുന്നവരാണ്.
അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് എന്ത് നിയ്യത്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോക്കൂ, ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വിവാഹം വരികയാണ്, ആ വിവാഹത്തിന് പെങ്ങളുടെ മകളെ വിവാഹമാണ്. അപ്പോൾ ബന്ധുക്കൾ ഓരോ ആളുകൾ സ്വർണം, അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പറയാണ് അപ്പുറത്തെ വീട്ടുകാർ, അതായത് ഇതിൽ ബന്ധുക്കളായ ജ്യേഷ്ഠനോ അഞ്ചനൊക്കെ ആയിരിക്കാം, അവർ 1 പവനാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ 2 പവൻ കൊടുക്കണം. ഓരോ ബന്ധുക്കളും ഈ വീട്ടിലേക്ക് സ്വർണം, പിന്നെ ഒരു ഉദാഹരണം പറയാണ്, ഒരു ഭാഗത്ത് സ്വർണ്ണമായിരിക്കാം, വേറെ ഭാഗത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്താണ് ഇങ്ങനെ പൊങ്ങച്ചം, സത്യത്തിൽ ഒരു പിന്നെ സാമ്പത്തികമായി സഹായം കിട്ടേണ്ട ഒരു അവസ്ഥയിൽ അവരെ സഹായിക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്താണ് അവരെക്കാൾ ഞങ്ങൾ നൽകണം, അല്ലെങ്കിൽ ഞങ്ങൾ മോശക്കാരായി പോകും എന്നുള്ള ചിന്ത. എന്നിട്ട് കടം വാങ്ങി അല്ലെങ്കിൽ ലോൺ എടുത്ത് അങ്ങനെ പെങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ മകളുടെ ഒക്കെ കല്യാണത്തിന് സ്വർണം കൊടുക്കുന്ന, അതിൽ മത്സരിക്കുന്ന, അതിൽ ദുരഭിമാനം നടിക്കുന്ന, എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇഖ്ലാസ് ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചകൻ്റെ ഈ വചനമൊക്കെ വെച്ച് നോക്കുമ്പോൾ, യുദ്ധം ചെയ്തിട്ട് പരലോകത്ത് അവനൊന്നുമില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ലോണൊക്കെ എടുത്ത് സ്വർണ്ണമൊക്കെ വള അല്ലെങ്കിൽ മറ്റുള്ള ആഭരണമൊക്കെ വാങ്ങിക്കൊണ്ടുപോയി എന്താണ് നമുക്ക് കിട്ടുക? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അതുപോലെ ചില ആളുകളുടെ പിന്നെ ചിന്ത എന്താ, ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യുക, എന്നിട്ട് എനിക്ക് വേണ്ടി എന്നെ ഓർക്കണം, എൻ്റെ കാലശേഷവും സ്മാരകങ്ങൾ പണിയണം. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അവൻ്റെ മനോമുഖിരത്തിൽ, അവൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്താ? തികഞ്ഞ ആത്മാർത്ഥമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കണം അവന് ഉണ്ടാകേണ്ടത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വിവാഹങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വിവാഹം കഴിച്ച ഒരു വ്യക്തി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച നിക്കാഹ് കഴിഞ്ഞാൽ വലീമത്ത് കൊടുക്കുക എന്നുള്ള ഇസ്ലാമിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പക്ഷേ ഇന്ന് അതൊക്കെ തന്നെ എന്താണ്, പൊങ്ങച്ചത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും വേദികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോൺ എടുത്ത് വമ്പിച്ച തോതിൽ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഭക്ഷണങ്ങളുടെ വിഭവങ്ങളുടെ ആധിക്യം, അതിൻ്റെ പിന്നെ എണ്ണങ്ങളുടെ വർധനവ്, അതൊക്കെ എങ്ങനെയാണ്? ലോൺ എടുത്തിട്ടാണ്. ആ എല്ലാവരെയും ഞാൻ പറയും, പല ആളുകളും അങ്ങനെ ലോൺ എടുത്ത് 1 വർഷമായിട്ടും വീട്ടാൻ കഴിയാതെ നടക്കുന്ന ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണത്? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു എൻ്റെ കർമ്മങ്ങൾ പരിശോധിക്കുമെന്നും എൻ്റെ മനസ്സിനകത്തുള്ള പിന്നെ ആ ഇഖ്ലാസ് എന്ന് പറയുന്ന ഏറ്റവും അനിവാര്യമായിട്ടുള്ള, അത് നിർബന്ധമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ വാജിബാണ്, അതില്ലാതെ ശരിയാകൂല. അപ്പോൾ അത് പ്രിയമുള്ളവരെ, ഈ വലീമത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ലക്ഷങ്ങൾ കടമെടുത്ത്, ലോണെടുത്ത്, പലിശക്കെടുത്ത്, കടം മാത്രമല്ല പലിശ അതെടുത്തിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു നേരം തന്നെ എന്താണ്, പല വിഭവങ്ങൾ, അത് പിന്നെ 2 നേരം 3 നേരം ഒക്കെ ഭക്ഷണം ഒരുക്കുക, വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കുക. എന്നിട്ട് ഈ പാവപ്പെട്ടവർ കടമെടുത്ത് ലോണെടുത്ത് അങ്ങനെ ആ രൂപത്തിലൊക്കെ പോകുന്ന അവസ്ഥ, അത് പാടില്ല. നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം പറയാം, വലീമത്തിൻ്റെ കാര്യം. അനവധി രംഗങ്ങളുണ്ടാകാം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നോമ്പ് തുറ, അതല്ലെങ്കിൽ ഒരു അഖീഖത്ത് നിർവഹണം, അങ്ങനെ ഓരോ സംഭവങ്ങൾ നടത്തുമ്പോഴും, ഹൗസ് വാമിങ്, ഇങ്ങനെ എന്ത് നടത്തുമ്പോഴും അവിടേക്ക് എന്താണ് ഈ അത് പാടില്ല. നമ്മുടെ മനസ്സിനകത്ത് ഈമാൻ, മനസ്സിനകത്ത് ഇഖ്ലാസ് അത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. കുറേ വിഭവങ്ങളുടെ എണ്ണവും വണ്ണവും വർദ്ധിപ്പിച്ച് അവസാനം കടബാധ്യതനായിക്കൊണ്ട് പലിശ കൊടുക്കേണ്ടി വന്നിട്ട് റബ്ബിൻ്റെ ശാപവും കോപവും വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാക്കാനായിട്ട് പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ, ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ എത്ര വിശദീകരിച്ചാലും മതിയാവുകയില്ല. നബി പറയുകയുണ്ടായി, ഉലൈക സലാസ, ആ 3 വിഭാഗം ആളുകളുണ്ടല്ലോ, ഉലൈക സലാസ അവ്വലു ഖൽഖില്ലാ,
അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ആദ്യമായി കൊണ്ട് തുസഇറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം അവരെ കരിക്കുന്ന, നരകം അവരെ ശിക്ഷിക്കുന്ന 3 വിഭാഗം ആളുകൾ അവരാണ് എന്ന് പറയണ്ടായി. ആരാണ് ആ 3 ആളുകൾ? ആ 3 ആളുകൾ എന്ന് പറയുന്നത് സുദീർഘമായ ഹദീസാണ്, ചുരുക്കം പറയാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ് അന്ത്യനാളിൽ. ഇന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമുൽ ഖിയാമ യൻസിലു ഇലൽ ഇബാദ്, അടിമകൾക്കിടയിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വരികയാണ്. എന്തിനാണ്? ലിയഖ്ളിയ ബൈനഹും, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ. എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാകുക? കുല്ലു ഉമ്മത്തിൻ ജാഫിയ, എല്ലാവരും മുട്ടുകുത്തിയ നിലയിലായിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, ഖുർആനിക വിജ്ഞാനം ധാരാളമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആദ്യമായി വിളിക്കപ്പെടുക. നിങ്ങൾ ധാരാളമായി കേട്ട വചനമായിരിക്കും. അതായത് ഇസ്ലാമിക വിജ്ഞാനമുണ്ട്. അപ്പം അദ്ദേഹത്തെ വിളിക്കാൻ, അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ, അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താണ് നിങ്ങൾക്ക് ഈ ഖുർആനിക വിജ്ഞാനം കിട്ടിയിട്ട് എന്താണ് ചെയ്തത് എന്ന്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് പഠിപ്പിച്ചു എന്നാണ്. അതായത് കുന്തു അഖൂമു ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, ഞാൻ രാവും പകലും അതൊക്കെ പാരായണം ചെയ്തു, അങ്ങനെ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചു, മറ്റുള്ള നന്മകൾ ചെയ്തു എന്നൊക്കെ പറയാം. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് എന്താ? നീ കളവാണ് പറഞ്ഞത്. അങ്ങനെ ആ മനുഷ്യത്തിന് നരകത്തിലേക്ക് ഇടുകയാണ്. അതുപോലെ പ്രിയമുള്ളവർ, ഒരു സമ്പന്നൻ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താണ് നീ സമ്പത്ത് കൊണ്ട് ചെയ്തതെന്ന്. അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ബന്ധുക്കളിലെ പാവപ്പെട്ടവർക്ക് നൽകി, മറ്റുള്ള പാവപ്പെട്ടവർക്ക് നൽകി, അള്ളാഹിൻ്റെ മാർഗത്തിൽ നൽകി എന്നൊക്കെ പറയാം. അയാളോടും കളവാണ് പറഞ്ഞതെന്ന് പറയാം. അതുപോലെ യുദ്ധം ചെയ്ത മറ്റൊരു മനുഷ്യൻ. അങ്ങനെ ഈ 3 വിഭാഗത്തെയും നരകത്തിലേക്ക് ഇടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കർമ്മങ്ങൾ ചെയ്തിട്ട് പരലോകത്ത് നഷ്ടക്കാരായി മാറുന്ന ഹതഭാഗ്യന്മാർ എന്ന് പറയാറുണ്ടല്ലോ, നിർഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരവസ്ഥ വരുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ്. ഖുർആൻ ഉണ്ടായിട്ടും, ഖുർആനിക വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടും, സമ്പത്ത് ദാനം ചെയ്തിട്ടും, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടും നഷ്ടം മാത്രം സംഭവിക്കുന്ന ആളുകൾ. അപ്പോൾ എന്താണ് സംഭവം? റിയാ ആണ് പ്രശ്നം. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി, അവരുടെ പ്രശംസക്ക് വേണ്ടി, അവരുടെ അംഗീകാരത്തിന് വേണ്ടി, അഭിനന്ദനങ്ങൾക്ക് വേണ്ടി, അവരൊരു എന്തെങ്കിലും ഒരു നന്മ പറയാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിനെക്കുറിച്ചൊരു പോസ്റ്റർ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്മ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കൂ, ഒരു കപ്പ് പാല്, ആ പാല് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഗുണകരമാണ്. പക്ഷേ ആ പാലിൽ ഒരു തുള്ളി ആസിഡായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിഷവസ്തു ആയിക്കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തതുപോലെ മനുഷ്യൻ പരലോകത്ത് വരുന്ന എങ്ങനെ വരിക? പർവ്വത സമാനമായിട്ടുള്ള അമലുകൾ കൊണ്ടുവരും. അള്ളാഹു വിചാരണ ചെയ്യും. ആ സമയത്ത് മനസ്സിലാകും. ഇമാം ഇബ്നു മാജയുടെ സുനനിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ജബലു തിഹാമ എന്നാണ്. തിഹാമ പർവ്വതത്തിന് സമാനമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടുവരുന്നു. അപ്പം നമ്മളൊക്കെ ഇഷ്ടംപോലെ കർമ്മങ്ങൾ ചെയ്യാറില്ലേ? നമ്മൾ ഈ ഹദീസുമായി ഉരസി നോക്കണം, കമ്പയർ ചെയ്യുക. നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകും. ഒരുപാട് അമലുകൾ ചെയ്യാം. ആ ഹദീസിൽ കാണാം, രാത്രിയിലൊക്കെ സ്വഹാബത്ത് അമല് ചെയ്യുന്നത് പോലെ അമല് ചെയ്യുന്നവരാണെന്നാ, എന്നിട്ടും നഷ്ടം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ക്യാൻസറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റുള്ള മാരകമായ രോഗങ്ങളെ കുറിച്ച് പറയുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസറിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ്റെ കർമ്മരംഗത്ത് അവന് നഷ്ടപ്പെടുന്ന ഇഖ്ലാസ് എന്ന് മനസ്സിലാക്കുക, ആത്മാർത്ഥത എന്ന് മനസ്സിലാക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത് എന്താ?
ചെറിയ ഷിർക്കാണെന്നാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക. എന്തും നമ്മൾ മാതാപിതാക്കളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഒരു സലാം പറയും, ചെറിയ നന്മ മുതൽ വലിയ നന്മ വരെ, അതൊക്കെ അവിടെയൊക്കെ ആ ഒരു റിയാ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോയി എന്നുള്ളതാണ്. ഓരോ കാര്യത്തിലും ഇതിപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ കുടുംബത്തിന് ചെയ്യുന്ന നന്മകളാവട്ടെ, അയൽവാസികൾക്ക് ചെയ്യുന്ന കുടുംബ ബന്ധുക്കൾ അല്ലെങ്കിൽ അനാഥകൾ, ഇങ്ങനെ ഓരോ രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ ഇസ്ലാമിനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമസ്കാരം ഒരു ഇബാദത്താണല്ലോ. നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളുണ്ടാകും. നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് കപടവിശ്വാസിയുടെ ലക്ഷണമാണെന്ന് പറഞ്ഞത് ഖുർആനാണ് പറയുന്നത്. ഖുർആനിൽ കാണാം, അവർ വൈദാ കാമു ഇലസ്വലാത്തി കാമു കുസാല, നമസ്കാരത്തിന് നിന്നാൽ മടിയന്മാരായി അലസന്മാരായി നിൽക്കും എന്ന് മാത്രമല്ല യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇനിയോ ഇപ്പോൾ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ, നമ്മുടെ എല്ലാ ഒരു നമസ്കാരം നിർവഹിച്ച അടുത്ത നമസ്കാരം അതിൻ്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. പക്ഷേ നമ്മുടെ ഈ ഇഖ്ലാസ് ഇല്ലെങ്കിലോ അത് എന്തിനാണത് കൊള്ളു? അള്ളാഹ് സ്വീകരിക്കോ? ഇല്ല. ഇന്നമായ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിന്ന് അള്ളാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ നമസ്കാരം മാത്രമല്ല, ഹജ്ജൊക്കെ എന്താ? ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാവ് പ്രസവിച്ച ആ ചെറിയ കുഞ്ഞുണ്ടല്ലോ, ഒരു പാപവും ചെയ്യാത്ത സമ്പൂർണമായ പാപ സുരക്ഷിതനായിട്ടുള്ള നവജാത ശിശു, ആ ശിശുവിനെ പോലെ ആ മനുഷ്യൻ മക്കയിൽ നിന്ന് മടങ്ങാം. പക്ഷെ അവൻ്റെ എത്ര ലക്ഷം ചിലവാക്കിയിട്ടാ ഹജ്ജിന് പോകുന്നത്? എത്ര ലക്ഷം? 8 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് പോവുകയാണ്. പക്ഷേ അള്ളാൻ്റെ കണക്ക് പുസ്തകത്തിൽ പൂജ്യമായിരിക്കും. എന്താ കാരണം? മനസ്സിലുള്ള നിയ്യത്ത് ശരിയല്ല. നിങ്ങൾ നോക്കൂ, ഉളുഹയ്യത്ത് ഇറക്കാറില്ലേ, ബലികർമ്മം നിർവഹിക്കാറില്ലേ? സൂറത്തു ഹജ്ജിലൊരായത്തുണ്ട്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതെന്താ കുറിക്കുന്നത്? ആത്മാർത്ഥതയാണ്. അള്ളാഹുവിന് ഒരിക്കലും ഈ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുകയേയില്ല എന്നാണ്. ലൻ യനാലല്ലാ എന്നാണ്. നമുക്കറിയാം ഭാഷാപരമായിട്ടുള്ള പ്രത്യേകത, പിന്നെ ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്താ എത്തുക? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള ഭക്തി, തഖ്വ, സൂക്ഷ്മതാബോധം അതായിരിക്കും എന്നാണ്. എല്ലാ ഇബാദത്തിനും ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല. 60 കൊല്ലം നമസ്കരിച്ചിട്ടുള്ള മനുഷ്യൻ്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, തൻ്റെ നാഥനെ കണ്ടുമുട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ എന്ന. എങ്ങനെയാണ് സൽക്കർമ്മാകുക? എങ്ങനെയാണ് ഒരു കർമ്മം? നമസ്കാരം നന്നായി വുളു എടുത്തത് കൊണ്ടോ നല്ല ഡ്രസ്സിട്ട് നമസ്കരിച്ചത് കൊണ്ടോ നിസ്കാര തഴമ്പുണ്ടായത് കൊണ്ടോ അല്ല, മറിച്ച് ഇഖ്ലാസ് ഉണ്ടാവണം. ആ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഉണ്ടാകണം. സഹോദരങ്ങളെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല 7-ാം നൂറ്റാണ്ടിൽ അതിപ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنكُمْ جَزَاءً وَلَا شُكُورًا എന്നുള്ള സൂറത്തുൽ ഇൻസാനിലെ 2 ആയത്തുകളുണ്ടല്ലോ. എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയാം. അതായത് അവർ ഭക്ഷണം നൽകുകയാണ്. ആർക്ക്? മിസ്കീന് നൽകുന്നുണ്ട്, അതുപോലെ യതീമിന് നൽകുന്നുണ്ട്, അതുപോലെ അസീറൻ ബന്ധനസ്ഥനായിട്ടുള്ള ആൾക്ക് അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഖുർആനിൽ എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഈ ആർക്കൊക്കെ ഭക്ഷണം നൽകുന്നു അതൊക്കെ അതിൽ പരിഗണിക്കപ്പെടും. എന്നിട്ടോ എങ്ങനെയാണ് നൽകുന്നത്? അല ഹുബ്ബിഹി, ഈ ഭക്ഷണത്തിന് സ്വന്തം ആവശ്യമുണ്ട്, സ്വന്തം ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഈ സ്വന്തം ഇഷ്ടമുണ്ടായിരിക്കെ അവർക്ക് നൽകാണ്. എന്നിട്ട് അവർ പറയാണ്, ഇന്നമാ നുത്ഇമുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എങ്ങനെയാണ് നൽകുന്നത്? ലിവജ്ഹില്ലാ,
അള്ളാഹുവിൻ്റെ പ്രീതിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്കാൻ, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ ഒരു നന്ദിയോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ആര് പറയുന്നതാ? സ്വർഗവാസികൾ പറയുന്നതാ. സൂറത്തുൽ ഇൻസാനിലെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ യോഗ്യതകളാണ് പറയുന്നത്. ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാം. അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താ? അവര് പാവപ്പെട്ടവർക്കും ബന്ധനസ്ഥർക്കും അനാഥകൾക്കൊക്കെ ഭക്ഷണം നൽകുമ്പോൾ സമ്പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക, അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്ന ഒരു വാക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക, ഉറങ്ങുന്നവർ പ്രത്യേകിച്ച്. അതിൽ അദ്ദേഹം പറയാണ്, സാധാരണ നമ്മൾ പറയാറില്ലേ, നമ്മൾ ഒരു ഭക്ഷണം കൊടുത്താൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നൊരു തെറ്റാണ്. എന്താണ്? എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ദ്വാ ചെയ്യണം കേട്ടോ എന്ന് പറയും അല്ലേ? നമ്മളെന്ത് ചെയ്യും? ഒരു കുപ്പി വെള്ളം കൊടുത്താൽ, 1 റിയാലിൻ്റെ 6 റിയാലിൻ്റെ ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ, അപ്പോൾ ദ്വാ ചെയ്യണം കേട്ടോ എന്ന് പറയും അല്ലേ? അദ്ദേഹം പറയാണ്, മൻ ത്വലബ മിനൽ ഫുഖറാഇ അദ്ദുആ അവിസ്സനാഅ ഫഖദ് ഖറജ മിൻ ഹാദിഹിൽ ആയ. അതായത് ഒരാൾക്കൊരു നന്മ ചെയ്തു, എന്നിട്ട് നമ്മൾ ദരിദ്രന്മാർക്കാണ് നന്മ ചെയ്യുന്നത്, അവരോട് പറയാണ് നിങ്ങൾ എനിക്ക് ദ്വാ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അവിസ്സന എന്ന് പറയുന്ന ഒരു പുകഴ്ത്തൽ, ഒരു കൺഗ്രാജുലേഷൻ, അത് നമ്മൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ. എന്നാൽ ഫഖദ് ഖറജ മിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തൊന്ന് പുറത്തു പോയി. മനസ്സിലായി? നിങ്ങൾ ചിന്തിക്കുക. അത്രമാത്രം, അതായത് നമ്മൾ അള്ളാഹിൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്, എന്നിട്ടോ ഒരു ദുആയാണ് ആവശ്യപ്പെടുന്നത്. എന്താ ദുആ? ജസാക്കല്ലാഹു ഖൈറ എന്നോ, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും തരട്ടെ എന്നൊക്കെയാണ് നമ്മൾ പിന്നെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ആ ആയത്തിൻ്റെ പരിധിയിൽ നിന്ന് പോകുന്ന. അപ്പോൾ ആത്മാർത്ഥത, ഇഖ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആശയ വൈപുല്യം എത്രയുണ്ട് എന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഇഖ്ലാസുള്ള ആളുകളാകുന്നതിന് വേണ്ടി 6 കാര്യങ്ങൾ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കാൻ. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം എപ്പോഴും. റബ്ബേ എന്നെ ഇഖ്ലാസുള്ള ആളുകളാക്കി മാറ്റണമേ, ഇഖ്ലാസുള്ള വ്യക്തിയാക്കി മാറ്റണമേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ഒന്ന്, അതിന് ധാരാളം പ്രാർത്ഥനകളൊക്കെ ഹദീസിൽ പിന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ർസുഖ്നൽ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ, അല്ലാഹുവേ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഇഖ്ലാസ് എനിക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ മിനൻ നിഫാഖി വൽ കുഫ്രി വൽ ഇസ്യാൻ, അല്ലാഹുവേ നിഫാഖ് എന്ന കപടത, കളങ്കം, അതിൽ നിന്ന്, അതുപോലെ സത്യനിഷേധത്തിൽ നിന്നൊക്കെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. അതുപോലെ തന്നെ വതഹ്ഹിർ അഅമാലനാ മിനർ റിയാഇ വൽ ഉജ്ബ്, റിയായിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. 2, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഉണ്ടല്ലോ, അള്ളാഹിൻ്റെ നാമവിശേഷണങ്ങളുണ്ടല്ലോ, ആ ഓരോ വിശേഷണങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥ ഇഖ്ലാസ് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഓരോ നാമങ്ങളും പിന്നെ പഠിപ്പിക്കുന്ന പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ അള്ളാഹിൻ്റെ ഒരു പിന്നെ നാമാണത് വിചാരണ ചെയ്യുന്നവരാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആത്മാർത്ഥത വർദ്ധിക്കും എന്നുള്ളതാണ്. 3-മതായിട്ട് ഉള്ള ഒരു കാര്യം മരണസ്മരണ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. 4-മത്തതൊന്ന് ഖബർ സന്ദർശനം. ഇതൊക്കെ ഇഖ്ലാസ് ഉണ്ടാകാൻ ആക്കം കൂട്ടുന്ന സംഗതികളാണ്. 5-മത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ സ്വഹാബത്തിൻ്റെ ത്യാഗവര്യന്മാരായിട്ടുള്ള ആ മഹാന്മാരുടെ ജീവചരിത്രം, ത്യാഗ ചരിത്രം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ മാതൃകയായി നിലകൊള്ളാൻ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സെൻറ്റർ, നമ്മൾ സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ, ഈ റിയാദ്, ഇതിൻ്റെയൊക്കെ ഒരു അണിയറ പ്രവർത്തകർ, അവരോടൊപ്പം ചേരുക, അങ്ങനെ ഒന്നിച്ച് അപ്പോൾ എന്താണ് നന്മയുള്ളൊരു കൂട്ടുകെട്ട്, അത് ആത്മാർത്ഥത ഉണ്ടാക്കാൻ സഹായമായേക്കാം എന്നുള്ളതാണ്. പ്രവാചകൻ്റെ അനുയായികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? തറാഹും റുക്കഅൻ സുജ്ജദൻ, നിനക്ക് മുഹമ്മദ് നബിയുടെ അനുയായികളെ കാണാം എങ്ങനെ? റുക്കൂ ചെയ്യുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി. എങ്ങനെ? യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അവരാഗ്രഹിക്കുന്നത് ഭൗതികമായ പ്രശംസയല്ല, ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് അല്ല,
അല്ലെങ്കിൽ അങ്ങാടിയിൽ ഒരു പോസ്റ്റർ അല്ല, മറിച്ച് എന്താണ്? യബ്തഗൂന ഫളലൻ മിനല്ലാഹി വരിദ്വാന, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യവും കാരുണ്യവും. റിദ്വാൻ എന്ന് പറഞ്ഞാൽ തൃപ്തി, അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇഖ്ലാസുള്ള ആളുകളായി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ, നമ്മുടെ ഈമാൻ വിചാരണ ചെയ്യുമ്പോൾ, മുഖലിസീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ, വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് ആ മഹാവിജയം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ആദർശ ബന്ധുക്കളെയും അള്ളാഹുവെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സുഹൃത്തുക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദർശ ബന്ധുക്കളായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലം.